ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജെബിൻ, തേർഡ് MBBS സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ നീറ്റ് 2025 ഏകദേശം 36-37 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിലോട്ട് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് ഊഹിച്ചറിയാൻ കഴിയും. എന്തെന്നാൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ഗവൺമെന്റും പ്രൈവറ്റും മെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾ ചേർന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലാസ്റ്റ് 36 ഡേയ്സ് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരാൻ വേണ്ടി പോവുകയാണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ എക്സാമിന്റെ ഈ ഒരു ചുരുങ്ങിയ ഈ ഒരു മാസം കൂടെ ഉള്ളപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, നിങ്ങളെ കൊണ്ട് ഇനി നോക്കിയിട്ട് കാര്യമില്ല, പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ചിന്തകളെല്ലാം ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. എന്തെന്നാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ എത്താം എന്ന പാതകൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ യൂട്യൂബ് വീഡിയോസിലൂടെ ആവട്ടെ, നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പിലൂടെ ആവട്ടെ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും. ഓൾസോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ ഫുൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചേർത്തിട്ടുള്ള 180 ക്വസ്റ്റ്യൻസ് ചേർത്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഫിസിക്സ് ഒരു ദിവസം 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി ഒരു ദിവസം 45 ക്വസ്റ്റ്യൻസ് ആൻഡ് ബയോളജി ഒരു ദിവസം 90 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 3 ദിവസത്തെ ടെസ്റ്റുകളായിട്ട്, ഒരു ടെസ്റ്റിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഫിസിക്സ് ഇന്ന് ഞാൻ 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇന്ന് ഈവനിങ് ഞാൻ 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മോർണിംഗ് തൊട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. എനിക്കറിയാവുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യും, നോക്കി പോകും. അതോടൊപ്പം തന്നെ ഇതെല്ലാം എന്താ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നേന്ന് പഠിക്കാനല്ല നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ റിവിഷൻ ആണ്. നിങ്ങളുടെ റിവിഷൻ ചെയ്യുന്ന ഈ ഒരു വേളയിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചാപ്റ്ററും എടുത്ത് ഇങ്ങനെ അതിന്റെ മുകളിൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കളയുക അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഉത്തരത്തിലോട്ട് നിങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസ് ചെയ്തതിനു ശേഷം ആ ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് നോക്കുക. ഓക്കെ, അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക, നിങ്ങളുടെ ആൻസർ കീ നോക്കി കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നോക്കുക. സൊല്യൂഷൻ നോക്കിയിട്ട് അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതിൽ എങ്ങനെയാണ് കറക്റ്റ് ആൻസറിലോട്ട് എത്തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ആ സൊല്യൂഷൻ ബുക്ക് അടച്ചു വെക്കുക. ഒന്നേന്ന് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് അഥവാ ആ പാറ്റേണിലുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യും, പക്കയാവും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യുക, അടുത്ത പാറ്റേണിലോട്ട്, അടുത്ത ടൈപ്പിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ആ പാറ്റേണിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ആ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ദിവസം പഠിച്ചത് വെച്ചിട്ട് നിങ്ങളുടെ നിലവാരം എന്താണെന്ന് അന്ന് ആ ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ പോലെ ഈ കേരളത്തിൽ നിന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളെല്ലാം കൂടെ വരുന്ന ഒരു വേദിയും കൂടിയാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു കുട്ടികളുടെ ഇടയിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓൾസോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു ഇപ്പൊ എന്താ പറയുക, നമ്മുടെ നിലവാരം വളരെ കുറഞ്ഞു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിപ്രഷനും കാര്യങ്ങളും വരും. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പിന്റെ ഒരു കറക്റ്റ് ഒരു ഈ ഈ സ്റ്റേജസിലൂടെ പോയ ഒരു മെന്ററിനെയാണ് നിങ്ങൾക്ക് ആവശ്യം. അല്ലാതെ ഇത് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയുന്ന ഒരാളെക്കാട്ടും നിങ്ങളുടെ തൊട്ട് മുമ്പേ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് പോയ ആൾക്കാർ അഥവാ വിദ്യാർത്ഥികളുടെ അഥവാ സീനിയേഴ്സിന്റെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് അവിടെ ആവശ്യം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും മെഡിക്കൽ കോളേജസിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരോട് ഡൗട്ട്സ് ചോദിക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം. അതിനുള്ള പരിഹാരങ്ങൾ എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതുമായിരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പ്ലെക്സസ് ലേണിംഗ് ആപ്പ്. ഈ പ്ലെക്സസ് ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ, നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് പ്ലെക്സസ് ലേണിംഗ് ആപ്പ് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യുക, ടെസ്റ്റും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ തരാം. ആ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓൾസോ
ഇതേപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിയും ഫിസിക്സും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഇനി iOS യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അവിടെ ഒരു കോഡ് ചോദിക്കും, UUGMXA. ഓക്കെ, ഈ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക, UUGMXA. ഈ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്പ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ വരുന്നതായിരിക്കും. അപ്പൊ അത് വന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറിയതിനു ശേഷം ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോ ദിവസവും ആവശ്യമായിട്ടുള്ള ടിപ്സും കാര്യങ്ങളും എന്ത് ചെയ്യും നമ്മൾ തരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂവ് ഓൺ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഡിപ്രഷൻ അടിച്ച് അഥവാ ഇനി നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നമ്മുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ വരുന്ന 36 ദിവസം കൊണ്ട് നിങ്ങളുടെ നീറ്റിന്റെ ഈ മാർഗത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു. ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് സ്റ്റെപ്സ് വീണ്ടും തുടരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.